വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 19-ാമത്തെ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം നെഹമ്യായുടെ പുസ്തകത്തിൻ്റെ 6ഉം 7ഉം അധ്യായങ്ങൾക്കിടയ്ക്കാണ്. കത്തോലിക്ക POC ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ ക്രമത്തിൽ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത്. എസ്തേറിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് 11-ാം അധ്യായത്തിലാണ്. പേർഷ്യൻ രാജാവായ അഹശ്വേരോസിൻ്റെ അന്തഃപുര വിചാരകനായിരുന്ന മൊർദെഖായിയുടെ പിതൃസഹോദരിയുടെ മകളും ദത്തുപുത്രിയുമായിരുന്നു എസ്തേർ. അഹശ്വേരോസിൻ്റെ ഭാര്യയായിരുന്ന വാസ്തിയിൽ അവൻ അസംതൃപ്തനായി. അവൾക്ക് പകരം യഹൂദ വംശജയായ എസ്തേറിനെ രാജ്ഞിയാക്കി. രാജാവിൻ്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹാമാൻ. മൊർദെഖായിൽ അസൂയാലുവായി തീർന്ന ഹാമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. എന്നാൽ മൊർദെഖായുടെ നിർദ്ദേശപ്രകാരം എസ്തേർ രാജസന്നിധിയിൽ പ്രവർത്തിച്ചു. മൊർദെഖായെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു. കൊട്ടാരത്തിൽ ഹാമാന്റെ സ്ഥാനത്ത് മൊർദെഖായി നിയമിതനായി. കർത്താവിൻ്റെ കരുണയാൽ എസ്തേറിൻ്റെ സമയോചിതമായ ഇടപെടൽ യൂദാ വംശജരുടെ നാശത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. യഹൂദർ അനേകം ശത്രുക്കളെ നിഗ്രഹിച്ചു. വിജയസ്മരണയ്ക്കായി വർഷം തോറും അവർ പൂരിം ഉത്സവം ആഘോഷിച്ചു വരുന്നു. യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മതാനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്കും മതപീഡനങ്ങൾക്കും ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം നിരന്തരമായി പരിപാലിക്കുന്നുവെന്നും മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി വർത്തിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നുവെന്നും ഈ ഗ്രന്ഥത്തിൽ കാണാം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.